ഹലോ സ്റ്റുഡൻസ്, ഇനോർഗാനിക് പോളിമേഴ്സ് എന്ന പോർഷൻ നമ്മൾ ഏകദേശം തീർന്നു. നമ്മളെ പോർഷൻ ഇനോർഗാനിക് പോളിമേഴ്സ്, സിലിക്കേറ്റ്സ്, സിലിക്കോൺസ്, സൾഫർ നൈട്രജൻ കോമ്പൗണ്ട്സ്, പിന്നെ ഫോസ്ഫസീൻസ്, ഇങ്ങനെയുള്ള പോർഷൻസൊക്കെ ആയിരുന്നു നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നത്. അത് തീർന്നു. ഇനി നമുക്ക് ആ മൊഡ്യൂളിലെ തന്നെ സെക്കൻഡ് പാർട്ടായിട്ടുള്ള നോൺ അക്വസ് സോൾവെൻസിനെ കുറിച്ചാണ് പഠിക്കേണ്ടത്. നോൺ അക്വസ് സോൾവെൻസ്, പേര് കേട്ടിട്ട് നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? അക്വസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാട്ടറുമായിട്ട് ബന്ധപ്പെട്ടതാണ് അക്വസ് എന്ന് പറയുന്നത്. അപ്പോൾ നോൺ അക്വസ് എന്ന് പറയുമ്പോൾ വാട്ടർ ഇല്ലാത്തത്. ഓക്കെ, അപ്പോൾ വാട്ടർ അല്ലാത്ത സോൾവെൻസിനെ കുറിച്ചാണ് നമ്മൾ ഇനി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതാണ് നോൺ അക്വസ് സോൾവെൻസ്. അതായത് solvents other than water and those containing no water at all. വാട്ടർ അല്ലാത്ത സോൾവെൻസ്, അതാണ് എന്ത്? നോൺ അക്വസ് സോൾവെൻസ്. സോൾവെൻസ് അതർ ദാൻ വാട്ടർ ആൻഡ് ദോസ് കണ്ടെയ്നിങ് നോ വാട്ടർ അറ്റ് ഓൾ. ഓക്കെ, വാട്ടർ അല്ലാത്ത സോൾവെൻറ്റുകളെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുക? നോൺ അക്വസ് സോൾവെൻസ് എന്ന് വിളിക്കുക. ഇറ്റ് ഇൻക്ലൂഡ്സ് ലിക്വിഡ് അമോണിയ, liquid sulfur dioxide and anhydrous H2SO4, anhydrous HF, BrF3. ഇത് ബ്രോമിൻ ആണ് കേട്ടോ. R1 മുകളിലേക്ക് കയറണം. BrF3 ആണ്. BrF3 ഇത് ടൈപ്പിംഗ് മിസ്റ്റേക്കാണ്. അപ്പോൾ എന്തൊക്കെയാണ് ഈ എക്സാമ്പിൾസ്? ലിക്വിഡ് അമോണിയ, ലിക്വിഡ് സൾഫർ ഡയോക്സൈഡ്, അൻഹൈഡ്രസ് സൾഫ്യൂരിക് ആസിഡ്, അൻഹൈഡ്രസ് HF, BrF3 ഒക്കെയാണ് എക്സാമ്പിൾ. ഓക്കെ, അപ്പം നോൺ അക്വസ് സോൾവെൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സോൾവെൻസ് അതർ ദാൻ വാട്ടർ ആൻഡ് ദോസ് കണ്ടെയ്നിങ് നോ വാട്ടർ അറ്റ് ഓൾ. അതാണ് നിങ്ങളുടെ മനസ്സിൽ വേണ്ടത്. ഇനി നോൺ അക്വസ് സോൾവെൻസ് ജനറൽ ക്ലാസിഫിക്കേഷനിൽ ഒരു ക്ലാസിഫിക്കേഷനാണ് പ്രോട്ടിക് ആൻഡ് അപ്രോട്ടിക് സോൾവെൻസ്. ഈ പ്രോട്ടിക് ആൻഡ് അപ്രോട്ടിക് സോൾവെൻസിൽ ആദ്യം നമുക്ക് പഠിക്കാനുള്ളത് പ്രോട്ടിക് സോൾവെൻസിനെ കുറിച്ചാണ്. പ്രോട്ടിക് ആൻഡ് അപ്രോട്ടിക് സോൾവെൻസിൻ്റെ ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത് പ്രോട്ടോൺ ഡൊണേറ്റിംഗ് അല്ലെങ്കിൽ പ്രോട്ടോൺ ആക്സെപ്റ്റിംഗ് ടെൻഡൻസീനെ ബേസ് ചെയ്തിട്ടാണ്. നമ്മൾ പ്രോട്ടിക് ആൻഡ് അപ്രോട്ടിക് സോൾവെൻസ് ക്ലാസിഫിക്കേഷൻ പറയുന്നത്. പ്രോട്ടോൺ ഡൊണേറ്റിംഗ് ഓർ പ്രോട്ടോൺ ആക്സെപ്റ്റിംഗ് capability ഓർ നോൺ capability ഓഫ് സോൾവെൻസ്. ഓക്കെ, അതാണ് പ്രോട്ടിക് ആൻഡ് അപ്രോട്ടിക് സോൾവെൻസ് ക്ലാസിഫിക്കേഷൻ. പ്രോട്ടിക് സോൾവെൻസിൻ്റെ അല്ലെങ്കിൽ പ്രോട്ടോണിക് സോൾവെൻസ് എന്ന് വിളിക്കും അതിനെ. ഈ പ്രോട്ടിക് സോൾവെൻസിൻ്റെ പ്രത്യേകത എന്താ വെച്ച് കഴിഞ്ഞാൽ വിച്ച് ഹാവ് പ്രോട്ടോൺ ഡൊണേറ്റിംഗ് ഓർ പ്രോട്ടോൺ ആക്സെപ്റ്റിംഗ് ടെൻഡൻസി, അല്ലെങ്കിൽ രണ്ടും. പ്രോട്ടോൺ ഡൊണേഷൻ ടെൻഡൻസി ഉണ്ടാവാം, അല്ലെങ്കിൽ ആക്സെപ്റ്റ് ചെയ്യാനുള്ള ടെൻഡൻസി ഉണ്ടാവാം, അല്ലെങ്കിൽ രണ്ടും ഒരേ സമയം കാണിക്കാം. അങ്ങനെയുള്ള സോൾവെൻറ്റുകളെയാണ് നമ്മൾ പ്രോട്ടിക് സോൾവെൻസ് എന്ന് വിളിക്കുക. പ്രോട്ടിക് സോൾവെൻസ് ആർ ദോസ് വിച്ച് ഹാവ് പ്രോട്ടോൺ ഡൊണേറ്റിംഗ് ഓർ പ്രോട്ടോൺ ആക്സെപ്റ്റിംഗ് ടെൻഡൻസി ഓർ ബോത്ത് and undergo auto ionization to give solvated proton. എന്താണ് ഓട്ടോ അയോണൈസേഷൻ? അതായത് സെൽഫ് അയോണൈസേഷൻ നടക്കുക. വാട്ടർ എന്ത് ചെയ്യുന്നു? ഹൈഡ്രോണിയം അയോണും OH മൈനസും ആയി മാറുന്നു. അമോണിയ എന്തായി മാറുന്നു? അമോണിയം അയോണും ഇമീൻ അയോണുമായിട്ട് മാറുന്നു. ഇങ്ങനെ ഓട്ടോ അയണൈസേഷൻ, ഇതിനെയാണ് നമ്മൾ ഓട്ടോ അയണൈസേഷൻ എന്ന് വിളിക്കുക. ഇത് തന്നെ സ്വയം അയോണൈസേഷൻ നടക്കുന്നു. സോൾവെൻസിന് സെൽഫ് അയോണൈസേഷൻ നടക്കുന്നു. ടു ഗിവ് സോൾവേറ്റഡ് പ്രോട്ടോൺ. സോൾവേറ്റഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സോൾവെൻറ്റിനാൽ ചുറ്റപ്പെട്ട പ്രോട്ടോൺ, അതാണ് സോൾവേറ്റഡ് പ്രോട്ടോൺ എന്ന് പറയുന്നത്. സോൾവേറ്റഡ് പ്രോട്ടോൺ എക്സാമ്പിൾ വാട്ടർ, അമോണിയ, അൻഹൈഡ്രസ് HF, ഇതൊക്കെയാണ് എക്സാമ്പിൾസ്. HFൻ്റെ ഓട്ടോ അയണൈസേഷനാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. H2F++ HF2-. ഇക്വേഷൻസ് ഒക്കെ എഴുതി പഠിക്കണം കേട്ടോ. അപ്പം വാട്ടറിന് ഓട്ടോ അയണൈസേഷൻ നടന്നിട്ട് H3O+ ഹൈഡ്രോണിയം അയോണും ഹൈഡ്രോക്സിൽ അയോണും, അമോണിയയ്ക്ക് NH4+ഉം NH2-ഉം, HFന് H2F+ഉം
HF2 മൈനസും. അപ്പോൾ പ്രോട്ടിക് സോൾവെൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രോട്ടോൺ ഡൊണേറ്റിംഗ് ഓർ പ്രോട്ടോൺ ആക്സെപ്റ്റിംഗ് ടെൻഡൻസി ഓർ ബോത്ത്, രണ്ടും കാണിക്കാം. ആൻഡ് അണ്ടർഗോ ഓട്ടോ അയോണൈസേഷൻ ടു ഗിവ് സോൾവേറ്റഡ് പ്രോട്ടോൺ. എന്നിട്ട് ഓട്ടോ അയോണൈസേഷൻ നടന്നിട്ട് സോൾവേറ്റഡ് പ്രോട്ടോൺ തരുന്നു. എക്സാമ്പിളാണ് വാട്ടർ, അമോണിയ, അൺഹൈഡ്രസ്, HF എക്സെട്ര. ഓക്കെ, ഇതാണ് പ്രോട്ടിക് സോൾവെൻസ്. ഇനി നമ്മൾ ഈ പ്രോട്ടിക് സോൾവെൻസിനെ തന്നെ മൂന്നായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. അസിഡിക് പ്രോട്ടോൺ, അസിഡിക് സോൾവെൻറ്റ്, ബേസിക് സോൾവെൻറ്റ്സ് ആൻഡ് ആംഫോട്ടറിക് സോൾവെൻറ്റ്സ്. അസിഡിക് സോൾവെൻറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രോട്ടോൺ ഡൊണേറ്റിംഗ് ടെൻഡൻസി ഉള്ളവയെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? അസിഡിക് സോൾവെൻറ്റ്സ് എന്ന് വിളിക്കുക. പ്രോട്ടോൺ ഡൊണേറ്റിംഗ് ടെൻഡൻസി ഉള്ള the solvents which are capable of donating a proton and thus possess acidic properties. നമ്മൾ ആസിഡ് ബേസ് കൺസെപ്റ്റുകളൊക്കെ പഠിച്ചിട്ടുണ്ട് ചെറിയ ക്ലാസ്സിൽ. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആസിഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആസിഡിനും ബേസിനും പലതരം കൺസെപ്റ്റുകളുണ്ട്. ലൂയിസ് കൺസെപ്റ്റ്, അറീനിയസ് കൺസെപ്റ്റ്, അങ്ങനെയൊക്കെ. അപ്പോൾ അതിൽ ആസിഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രോട്ടോൺ ഡോണറാണ്. ഓക്കെ, ഈ പ്രോട്ടോൺ ഡോണർ ഡൊണേറ്റ് ചെയ്യുന്ന സോൾവെൻറ്റുകളെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുക? അസിഡിക് സോൾവെൻറ്റ് എന്ന് വിളിക്കുക. അപ്പോൾ അതാണ് അസിഡിക് പ്രോപ്പർട്ടീസ്, അസിഡിക് സോൾവെൻറ്റ്സ്. അതായത് പ്രോട്ടോൺ ഡൊണേഷൻ നടത്താൻ കപ്പാസിറ്റി ഉള്ള സോൾവെൻറ്റുകളെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? നമ്മൾ അസിഡിക് സോൾവെൻറ്റ്സ് എന്ന് വിളിക്കുന്നത്. എക്സാമ്പിൾ HFന് എന്ത് ചെയ്യാം? ഈ ഹൈഡ്രജന് H+നെ കൊടുക്കാം. H2SO4ന് 2 പ്രോട്ടോണിനെ കൊടുക്കാനുള്ള കപ്പാസിറ്റി ഉണ്ട്. അസറ്റിക് ആസിഡിന് 1 പ്രോട്ടോണിനെ കൊടുക്കാം. HCnന് 1 പ്രോട്ടോണിനെ കൊടുക്കാം. ഇങ്ങനെ പ്രോട്ടോൺ ഡൊണേറ്റിംഗ് ടെൻഡൻസി ഉള്ള സോൾവെൻ്റാണ് അസിഡിക് സോൾവെൻറ്റ് ഓർ പ്രോട്ടോജനിക് സോൾവെൻറ്റ്. ഓക്കെ, ഇനി ബേസിക് സോൾവെൻറ്റ്. ബേസിക് സോൾവെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ capable of accepting a proton. അസിഡിക് സോൾവെൻറ്റ് ഡൊണേഷൻ ആണെങ്കിൽ ബേസിക് സോൾവെൻറ്റ് ആക്സെപ്റ്റ് ചെയ്യാണ്. ആൻഡ് ദസ് പോസസ് ബേസിക് പ്രോപ്പർട്ടീസ്. പ്രോട്ടോൺ ആക്സെപ്റ്റ് ചെയ്യുന്നതിനെയാണ് നമ്മൾ ബേസ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ ബേസിക് പ്രോപ്പർട്ടീസ് കാണിക്കും ആ സോൾവെൻറ്റ്. അതാണ് ബേസിക് സോൾവെൻറ്റ് അല്ലെങ്കിൽ പ്രോട്ടോഫിലിക് സോൾവെൻറ്റ് എന്ന് വിളിക്കുന്നത്. എക്സാമ്പിൾ അമോണിയ, N2H4, എഥിലീൻ ഡൈയമീൻ. അപ്പോൾ അമോണിയയിൽ നമ്മൾ ലോൺ പെയേഴ്സ് ഓഫ് ഇലക്ട്രോൺസ് ഉണ്ട് നൈട്രജൻ്റെ മുകളിലുള്ള. ദെർഫോർ നൈട്രജൻ്റെ മുകളിൽ ലോൺ പെയർ ഓഫ് ഇലക്ട്രോൺ ഉണ്ട്. ദെർഫോർ ഇറ്റ് ഈസ് റെഡിലി അവൈലബിൾ ഫോർ പ്രോട്ടോണേഷൻ. ദെർഫോർ അമോണിയ ഈസ് ബേസിക്, നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഈ പ്രോട്ടോണിന് ആക്സെപ്റ്റ് ചെയ്യാൻ എന്താണ് ഇഷ്ടമാണ് അമോണിയയ്ക്ക്. അതുപോലെ തന്നെയാണ് N2H4ലും അതുപോലെ തന്നെയാണ്. അതുപോലെ എഥിലീൻ ഡൈയമീനിൽ ഈ നൈട്രജൻ്റെ മുകളിലും എഥിലീൻ ഡൈയമീനിൽ ഈ നൈട്രജൻ്റെ മുകളിലും അതുപോലെ ഈ നൈട്രജൻ്റെ മുകളിലും എന്തുണ്ടായിരിക്കും? ലോൺ പെയേഴ്സ് ഓഫ് ഇലക്ട്രോൺ ഉണ്ടായിരിക്കും. അതുകൊണ്ട് തന്നെ ദേ ആർ ബേസിക്. therefore they are known as basic solvents. They are capable of accepting a proton and thus possess basic properties. Okay, ഇനി amphoteric solvents. ഈ solvents which can donate as well as accept a proton. രണ്ടിനും കപ്പാസിറ്റി ഉണ്ടാവും. ഡൊണേഷനും നടത്താം, ആക്സെപ്റ്റൻസും നടത്താം. അങ്ങനെയുള്ള സോൾവെൻസിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? ആംഫോട്ടറിക് ഓർ ആംഫിപ്രോട്ടിക് സോൾവെൻസ് എന്ന് വിളിക്കുന്നത്. ആംഫോട്ടറിക് ഓർ ആംഫിപ്രോട്ടിക് സോൾവെൻസ്. ഓക്കെ, വാട്ടർ എക്സാമ്പിൾ, എത്തനോൾ, മെത്തനോൾ. ഇതൊക്കെ എന്താണ്? പ്രോട്ടോണും ആക്സെപ്റ്റ് ചെയ്യുകയും ചെയ്യാം, ഡൊണേറ്റ് ചെയ്യുകയും ചെയ്യാം. അങ്ങനെയുള്ള സോൾവെൻസിനെയാണ് നമ്മൾ ആംഫോട്ടറിക് ഓർ ആംഫിപ്രോട്ടിക് സോൾവെൻസ് എന്ന് വിളിക്കുക. ഇത് ചില സമയത്ത് ആസിഡായിട്ടായിരിക്കും, ചില സമയത്ത് ബേസായിട്ടായിരിക്കും ആക്ട് ചെയ്യുക. ആരുമായിട്ടാണോ റിയാക്ട് ചെയ്യുന്നത് അയാളുടെ ആസിഡിറ്റിനെയും ബേസിസിറ്റിനെയും കമ്പയർ ചെയ്തിട്ടാണ് ആംഫോട്ടറിക് സോൾവെൻ്റ് ആസിഡാണോ ബേസാണോ എന്ന് തീരുമാനിക്കുക. ഓക്കെ, അപ്പോൾ ഇതാണ് പ്രോട്ടിക് സോൾവെൻസിൻ്റെ ഫർദർ ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത്.
പ്രോട്ടിക് സോൾവെൻസിൻ്റെ ഫർദർ ക്ലാസിഫിക്കേഷൻ. ഇനി അടുത്തത് അപ്രോട്ടിക് സോൾവെൻസ്. പ്രോട്ടിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രോട്ടോൺ ആക്സെപ്റ്റ് ചെയ്യാം, പ്രോട്ടോൺ ഡൊണേറ്റ് ചെയ്യാം, അല്ലെങ്കിൽ രണ്ടും ചെയ്യാം. ഇനി അപ്രോട്ടിക് സോൾവെൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രോട്ടോൺ ആക്സെപ്റ്റിംഗ് ടെൻഡൻസിയോ പ്രോട്ടോൺ ഡൊണേറ്റിംഗ് ടെൻഡൻസിയോ ഇല്ലാത്ത സോൾവെൻറ്റുകളെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? അപ്രോട്ടിക് സോൾവെൻസ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, പ്രോട്ടിക് സോൾവെൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രോട്ടോൺ ആക്സെപ്റ്റിംഗ് ടെൻഡൻസിയോ പ്രോട്ടോൺ ഡൊണേറ്റിംഗ് ടെൻഡൻസിയോ ഇല്ലാത്ത സോൾവെൻറ്റുകളെയാണ് നമ്മൾ അപ്രോട്ടിക് സോൾവെൻസ് എന്ന് വിളിക്കുക. അതിൽ ഹൈഡ്രജൻ ഉണ്ടോ ഇല്ലേ എന്നുള്ളതൊന്നും എന്തല്ല, ഒരു വിഷയമേ അല്ല. എക്സാമ്പിൾ C6H6 മീൻസ് ബെൻസീൻ. CCl4 ആണ് കേട്ടോ ഇവിടെ. CCl4 കാർബൺ ടെട്രാക്ലോറൈഡ്, ക്ലോറോഫോം CHCl3, സൾഫർ ഡയോക്സൈഡ് BRF3 ഒക്കെ എക്സാമ്പിൾസാണ്. ചിലതിൽ ഹൈഡ്രജൻ ഉണ്ടാവും, ചിലതിൽ ഹൈഡ്രജൻ ഉണ്ടാവില്ല. എന്നാൽ അതൊന്നും ഒരു വിഷയമേ അല്ല. പ്രോട്ടോൺ ആക്സെപ്റ്റിംഗ് ടെൻഡൻസിയോ പ്രോട്ടോൺ ഡൊണേറ്റിംഗ് ടെൻഡൻസിയോ ഇല്ലാത്ത സോൾവെൻറ്റുകളാണ് അപ്രോട്ടിക് സോൾവെൻസ് എന്ന് പറയുന്നത്. ഓക്കെ, അടുത്തത് അയോണൈസിങ് ആൻഡ് നോൺ അയോണൈസിങ് സോൾവെൻസ്. അതായത് നമ്മൾ ആദ്യത്തെ ക്ലാസിഫിക്കേഷനാണ് പറഞ്ഞത് അപ്രോട്ടിക് ആൻഡ് അപ്രോട്ടിക് സോൾവെൻസ്. അതിൽ പ്രോട്ടിക് സോൾവെൻസിനെ വീണ്ടും മൂന്നെണ്ണമായിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്? ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. അസിഡിക്, ബേസിക്, ആംഫോട്ടറിക്. ഇനി നമ്മൾ രണ്ടാമത്തെ ക്ലാസിഫിക്കേഷനാണ് അയണൈസിങ് ആൻഡ് നോൺ അയോണൈസിങ് സോൾവെൻസ് എന്ന് പറയുന്നത്. അയോണൈസിങ് ആൻഡ് നോൺ അയോണൈസിങ്, അതായത് സൊല്യൂട്ടിനെ ഡിസോൾവ് ചെയ്യുമ്പം, സോൾവെൻ്റ് നമ്മൾ സൊല്യൂട്ടിൽ ഡിസോൾവ് ചെയ്യുക, സൊല്യൂട്ടുകൾ ഡിസോൾവ് ചെയ്യുന്നത് സോൾവെൻറ്റിലാണല്ലോ. അങ്ങനെ ഈ സൊല്യൂട്ടുകൾ സോൾവെൻറ്റിൽ ഡിസോൾവ് ചെയ്യുമ്പം അയോണൈസേഷൻ നടക്കുന്നുണ്ടോ ഇല്ലയോ നോക്കിയിട്ടാണ് നമ്മൾ അയോണൈസിങ് ആണോ നോൺ അയോണൈസിങ് ആണോ എന്ന് പറയുന്നത്. ഓൺ ദ ബേസിസ് ഓഫ് വെദർ ദേ ഡിസോൾവ് സൊല്യൂട്ട്സ് വിത്ത് അയോണൈസേഷൻ or not, solvents can be classified into following categories: ionizing solvents and non-ionizing solvents. Ionizing solvents are polar solvents. അതായത് പോളാർ നേച്ചറുള്ള സോൾവെൻറ്റുകളാണ്. പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് ചാർജസ് ഉള്ള, അതായത് H2O, HF, HCN, അമോണിയ, SO2 പോലെയുള്ള സോൾവെൻറ്റ്സ്. അങ്ങനെയുള്ള സോൾവെൻറ്റ്സ് പോളാർ സോൾവെൻറ്റ്സ് ആണ്. വിത്ത് ഹൈ ഡൈപോൾ മൊമെൻറ്റ്സ് ഉണ്ടായിരിക്കും. ഡൈപോൾ എന്ന് പറയുന്നത് രണ്ട് ചാർജസ് സെപ്പറേറ്റഡ് ബൈ എ സ്മോൾ ഡിസ്റ്റൻസ്, അതിനെയാണ് നമ്മൾ ഡൈപോൾ എന്ന് പറയുക. ഇപ്പോൾ HF ആണെങ്കിൽ H+, F- അങ്ങനെയൊക്കെ ഉണ്ടാവും. അപ്പോൾ രണ്ട് ഓപ്പോസിറ്റ് ചാർജസ് ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ചാർജസ് സെപ്പറേറ്റഡ് ബൈ എ സ്മോൾ ഡിസ്റ്റൻസ് ആക്ട് ആസ് എ ഡൈപോൾ. ഓക്കെ, അപ്പോൾ ഇവിടെ പോളാർ സോൾവെൻറ്റ്സ് ആണ് വിത്ത് ഹൈ ഡൈപോൾ മൊമെൻറ്റ്സ് ഹാവിങ് റിലേറ്റീവ്ലി ഹൈ ഡൈലക്ട്രിക് കോൺസ്റ്റൻസ്. ഉയർന്ന ഡൈലക്ട്രിക് കോൺസ്റ്റൻറ്റുകളുള്ള പോളാർ സോൾവെൻറ്റ്സ് ആയിരിക്കും. അയണൈസിങ് സോൾവെൻറ്റ് എന്ന് പറയുന്നത് വിച്ച് ഡിസോൾവ് അയോണിക് സൊല്യൂട്ട്സ് വിത്ത് കോൺസിക്വൻറ്റ് അയോണൈസേഷൻ ഓഫ് സൊല്യൂട്ട്. സൊല്യൂട്ടുകളുടെ അയോണൈസേഷൻ, അതായത് സൊല്യൂട്ട് ഇതിൽ ഡിസോൾവ് ചെയ്തിട്ടുണ്ടെങ്കിൽ സൊല്യൂട്ട്സിൻ്റെ അയോണൈസേഷൻ നടക്കും. H2O, HF, HCN, NH3, SO2 ഒക്കെയാണ് എക്സാമ്പിൾ എന്ന് പറയുന്നത്. ഇനി നോൺ അയോണൈസിങ് സോൾവെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദീസ് ആർ നോൺ പോളാർ ഓർ നോൺ അയോണിക് സോൾവെൻറ്റ്സ്. സാധാരണഗതിയിൽ നമ്മൾ ഓർഗാനിക് സോൾവെൻറ്റ്സ് CCl4, കാർബൺ ടെട്രാക്ലോറൈഡ്, C6H6, N2O4 ഇതൊക്കെ നോൺ അയോണൈസിങ് സോൾവെൻറ്റ്സ് ആണ് വിത്ത് വെരി ലോ ഡൈപോൾ മൊമെൻറ്റ് ആൻഡ് വെരി ലോ ഡൈലക്ട്രിക് കോൺസ്റ്റൻസ്. അതാണ് നോൺ അയോണൈസിങ് സോൾവെൻറ്റുകളുടെ പ്രത്യേകത എന്ന് പറയുന്നത്. നമ്മൾ പറഞ്ഞത് അയോണൈസിങ് ആണെങ്കിൽ പോളാർ സോൾവെൻറ്റ്സ് ആയിരിക്കും. ദാറ്റ് മീൻസ് റിലേറ്റീവ്ലി ഹൈ ഡൈലക്ട്രിക് കോൺസ്റ്റൻറ്റ് വിത്ത് ഹൈ ഡൈപോൾ മൊമെൻറ്റ് ആൻഡ് ഡിസോൾവ് അയോണിക് സൊല്യൂട്ട്സ് വിത്ത് കോൺസിക്വൻറ്റ് അയോണൈസേഷൻ ഓഫ് സൊല്യൂട്ട്സ്. അയോണിക് സൊല്യൂട്ട് ഡിസോൾവ് ചെയ്തിട്ടുണ്ടെങ്കിൽ അയോണൈസേഷൻ നടക്കും. നോൺ അയോണിക് സോൾവെൻറ്റ് എന്ന് പറഞ്ഞാൽ നോൺ പോളാർ ആണ്. നോൺ അയോണിക് സോൾവെൻറ്റ്സ് വിത്ത് വെരി ലോ ഡൈപോൾ മൊമെൻ്റ് ആണ് ആൻഡ് ഹാവിങ് വെരി ലോ ഡൈലക്ട്രിക് കോൺസ്റ്റൻറ്റ് വിച്ച് ഡിസോൾവ് നോൺ പോളാർ ഓർ നോൺ അയോണിക് സൊല്യൂട്ട്. നോൺ പോളാർ ആയിട്ടുള്ള അല്ലെങ്കിൽ നോൺ അയോണിക് ആയിട്ടുള്ള സൊല്യൂട്ടുകളെയാണ് ഇത് എന്ത് ചെയ്യുന്നത്?
ഡിസോൾവ് ചെയ്യുന്നത്. ഓക്കെ, ഇനി അടുത്തായിട്ട് നമുക്ക് പറയാനുള്ളത്, നമ്മൾ നേരത്തെ ജസ്റ്റ് ഒന്ന് മെൻഷൻ ചെയ്തു, സെൽഫ് അയോണൈസേഷൻ ഓഫ് സോൾവെൻറ്റ്സ് അല്ലെങ്കിൽ ഓട്ടോ അയോണൈസേഷൻ ഓഫ് സോൾവെൻറ്റ്സ് എന്താണ്. അതായത് നമ്മൾ അയോണൈസിങ് സോൾവെൻറ്റ് പറഞ്ഞു, ഈച്ച് അണ്ടർഗോ അയോണൈസേഷൻ ഇൻ ടു ക്യാരക്ടറിസ്റ്റിക് കാറ്റയോൺ ആൻഡ് ആനയോൺ ഓൺ ഇറ്റ്സ് ഓൺ. ആ പ്രോസസ്സിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്, സെൽഫ് അയോണൈസേഷൻ ഓർ ഓട്ടോ അയോണൈസേഷൻ എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, നമ്മൾ വാട്ടറിൻ്റെ സെൽഫ് അയോണൈസേഷൻ നേരത്തെ എഴുതിയിട്ടുണ്ടായിരുന്നു. 2H2O gives H3O പ്ലസ് OH മൈനസ് എന്ന് പറഞ്ഞിട്ട് എഴുതിയിട്ടുണ്ടായിരുന്നു അല്ലേ. അതായത് ഓരോ സോൾവെൻറ്റുകളും, ഇത് അയോണൈസിങ് സോൾവെൻസിലാണ് സെൽഫ് അയോണൈസേഷൻ നടക്കുക. ഓരോ സോൾവെൻറ്റുകളും എന്ത് ചെയ്യുന്നു, അതിൻ്റെ കാറ്റയോൺ, ക്യാരക്ടറിസ്റ്റിക് ആയിട്ടുള്ള കാറ്റയോണും ആനയോണുമായിട്ട് അയോണൈസേഷൻ നടക്കുന്നു. ഇതിനെയാണ് നമ്മൾ സെൽഫ് അയോണൈസേഷൻ ഓർ ഓട്ടോ അയോണൈസേഷൻ എന്ന് വിളിക്കുന്നത്. ഓക്കെ, അതായത് വാട്ടർ എന്ന് പറയുന്ന സോൾവെൻറ്റിൻ്റെ ക്യാരക്ടറിസ്റ്റിക് ആയിട്ടുള്ള കാറ്റയോണാണ് H3O+ എന്ന് പറയുന്നത്. അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക് ആയിട്ടുള്ള ആനയോണാണ് OH- എന്ന് പറയുന്നത്. അപ്പോൾ ഈ വാട്ടർ എന്ന് പറയുന്ന സോൾവെൻറ്റ് അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക് ആയിട്ടുള്ള കാറ്റയോണും ആനയോണുമായിട്ട് അയോണൈസേഷൻ നടക്കുന്നതിനെയാണ് സെൽഫ് അയോണൈസേഷൻ എന്ന് വിളിക്കുക. ഈ പ്രോട്ടിക് ആൻഡ് അപ്രോട്ടിക് സോൾവെൻസിൽ, അയോണൈസിങ് സോൾവെൻറ്റുകളിലാണ് നമ്മൾ ഈ കാര്യം പറയുന്നത്, അതായത് സെൽഫ് അയോണൈസേഷൻ പറയുന്നത്. അപ്പോൾ എമംഗ് ദ പ്രോട്ടിക് ആൻഡ് അപ്രോട്ടിക് സോൾവെൻറ്റ്സ് characterized as ionizing solvent, പ്രോട്ടിക് ആവാം അപ്രോട്ടിക് ആവാം. അതിൽ അയോണൈസിങ് സോൾവെൻറ്റുകളിൽ ഈച്ച് അണ്ടർഗോസ് അയോണൈസേഷൻ ഇൻ ടു എ ക്യാരക്ടറിസ്റ്റിക് കാറ്റയോൺ ആൻഡ് ആനയോൺ ഓൺ ഇറ്റ്സ് ഓൺ. ദിസ് പ്രോസസ് ഈസ് റിഫേർഡ് ടു ആസ് സെൽഫ് അയോണൈസേഷൻ ഓർ ഓട്ടോ അയോണൈസേഷൻ. ഈ ഓട്ടോ അയോണൈസേഷന് ഒരുപാട് ഇമ്പോർട്ടൻസ് ഉണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ റിയാക്ഷൻ, ഏത് റിയാക്ഷനെ ആണ് ഇതിൽ നടക്കുക, അല്ലെങ്കിൽ ഏത് റിയാക്ഷൻ ആണ് ഈ സോൾവെൻറ്റ് സപ്പോർട്ട് ചെയ്യുക എന്നുള്ളതൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും, ഈ ഓട്ടോ അയോണൈസേഷൻ പ്രോപ്പർട്ടി നോക്കിയിട്ട് പറയാൻ സാധിക്കും. ദ ഓട്ടോ അയോണൈസേഷൻ പ്രോപ്പർട്ടി ഹാസ് എ സിഗ്നിഫിക്കൻറ്റ് ഇമ്പോർട്ടൻസ് ഇൻ ഡിറ്റർമിനിങ് ദെയർ characteristic and the type of reaction they are able to support. It is in fact the autoionization of solvents that is the basis of solvent system definition of acids and bases. നമ്മൾ അറീനിയസ് കൺസെപ്റ്റ്, അതുപോലെ ലോറി ബ്രോൺസ്റ്റഡ് കൺസെപ്റ്റ്, ലൂയിസ് കൺസെപ്റ്റ്, ഇങ്ങനെയുള്ള കൺസെപ്റ്റുകളൊക്കെ ഉണ്ട് ആസിഡ് ബേസ് തിയറിക്ക്. അതുപോലെയുള്ളൊരു കൺസെപ്റ്റാണ് സോൾവെൻറ്റ് സിസ്റ്റം കൺസെപ്റ്റ് എന്ന് പറയുന്നത്. സോൾവെൻറ്റ് സിസ്റ്റം കൺസെപ്റ്റ്, സോൾവെൻറ്റ് സിസ്റ്റം കൺസെപ്റ്റ് ഈ ഓട്ടോ അയോണൈസേഷൻ വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ഓട്ടോ അയോണൈസേഷൻ എന്ന് പറയുന്ന പ്രോപ്പർട്ടീനെ ബേസ് ചെയ്തിട്ടാണ് സോൾവെൻറ്റ് സിസ്റ്റം കൺസെപ്റ്റ്. ഓക്കെ, ഇപ്പോൾ സോൾവെൻറ്റ് സിസ്റ്റം കൺസെപ്റ്റ് നമ്മൾ പറയാം, കുറച്ച് കഴിഞ്ഞാൽ വരുന്നുണ്ട്. സെൽഫ് അയോണൈസേഷൻ എന്താണെന്നുള്ളത് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഓക്കെ, ഇപ്പോൾ ഈ സോൾവെൻറ്റ് സിസ്റ്റം കൺസെപ്റ്റ് പ്രകാരം ആസിഡ് എന്ന് പറയുന്നത്, ആസിഡ് ഈസ് എ സ്പീഷീസ് വിച്ച് ഇൻക്രീസ് ദ കോൺസെൻട്രേഷൻ ഓഫ് ദാറ്റ് കാറ്റയോൺ വിച്ച് ദ സോൾവെൻറ്റ് പ്രൊഡ്യൂസ് അപ്പോൺ ഇറ്റ്സ് ഓട്ടോ അയോണൈസേഷൻ, ആൻഡ് ബേസ് ഈസ് എ സ്പീഷീസ് വിച്ച് ഇൻക്രീസ് ദ കോൺസെൻട്രേഷൻ ഓഫ് ദാറ്റ് ആനയോൺ ദാറ്റ് ദ സോൾവെൻറ്റ് പ്രൊഡ്യൂസ് അപ്പോൺ ഇറ്റ്സ് ഓട്ടോ അയോണൈസേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ ഒരു എക്സാമ്പിൾ എടുത്തിട്ട് പറയാം. നമ്മളൊരു സോൾവെൻ്റാണ് വാട്ടർ എന്ന് പറയുന്നത് അല്ലേ, ഒരു സോൾവെൻ്റാണ് വാട്ടർ. ഈ വാട്ടർ എന്ന് പറയുന്നത് അസിഡിക് ആണോ ബേസിക് ആണോ എന്ന് നമ്മൾ സോൾവെൻറ്റ് സിസ്റ്റം കൺസെപ്റ്റ് പ്രകാരം, വാട്ടറിലൊരു സബ്സ്റ്റൻസ്, അതായത് വാട്ടറിൽ നമ്മൾ എന്തെങ്കിലും ഒരു സാധനം അസിഡിക് ആണോ ബേസിക് ആണോ എന്ന് ചെക്ക് ചെയ്യുകയാണെങ്കിൽ അത് നമ്മൾ സോൾവെൻറ്റ് സിസ്റ്റം കൺസെപ്റ്റ് പ്രകാരം പറയുന്നത് വാട്ടറിൻ്റെ ക്യാരക്ടറിസ്റ്റിക് കാറ്റയോണിൻ്റെ കോൺസെൻട്രേഷൻ കൂട്ടുന്നത് എന്താണോ
അതിനെ നമ്മൾ ആസിഡ് എന്നും വാട്ടറിൻ്റെ ക്യാരക്ടറിസ്റ്റിക് ആനയോണിൻ്റെ കോൺസെൻട്രേഷൻ കൂട്ടുന്നത് എന്താണോ അതിനെ നമ്മൾ ബേസ് എന്നും വിളിക്കും. വാട്ടറിലാണ് നമ്മൾ ഒരു സോൾവെൻറ്റിലാണ് ആസിഡിക് ആണോ ബേസിക് ആണോ എന്ന് പറയുന്നത്. വാട്ടറിൽ ആസിഡിക് പ്രോപ്പർട്ടി കാണിക്കുന്ന സബ്സ്റ്റൻസ് വേറെയുള്ള സോൾവെൻറ്റിൽ ആസിഡിക് പ്രോപ്പർട്ടി കാണിക്കണമെന്നില്ല. അപ്പോൾ സോൾവെൻറ്റുകൾക്കനുസരിച്ച് ആസിഡ് ആണോ ബേസ് ആണോ എന്നുള്ളതും മാറും. അപ്പോൾ സോൾവെൻറ്റ് സിസ്റ്റം കൺസെപ്റ്റ് പ്രകാരം ഒരു ആസിഡ് എന്ന് പറയുന്നത് നമ്മൾ ഏത് സോൾവെൻറ്റിലാണോ ആ ആസിഡ് എടുത്തിരിക്കുന്നത് ആ സോൾവെൻറ്റിൻ്റെ ക്യാരക്ടറിസ്റ്റിക് കാറ്റയോണിൻ്റെ കോൺസെൻട്രേഷൻ കൂട്ടുന്നതാണ് ആസിഡ്. ആ സോൾവെൻറ്റിൻ്റെ ക്യാരക്ടറിസ്റ്റിക് ആനയോണിൻ്റെ കോൺസെൻട്രേഷൻ കൂട്ടുന്നതാണ് ബേസ്. അതാണ് സോൾവെൻറ്റ് സിസ്റ്റം കൺസെപ്റ്റ്. വാട്ടറിലാണ് നമ്മൾ അത് ആസിഡാണോ ബേസ് ആണോ എന്ന് ചെക്ക് ചെയ്യുന്നത് എന്ന് നോക്കുകയാണെങ്കിൽ വാട്ടറിൻ്റെ ക്യാരക്ടറിസ്റ്റിക് കാറ്റയോണായ ഹൈഡ്രോണിയം അയോൺ, അതായത് H3O+ ആണ് വാട്ടറിൻ്റെ ക്യാരക്ടറിസ്റ്റിക് കാറ്റയോൺ എന്ന് പറയുന്നത്. ഈ H3O+ൻ്റെ കോൺസെൻട്രേഷൻ കൂട്ടുന്ന ഏത് സ്പീഷീസും വാട്ടറിൽ എന്താണ് ആസിഡായിട്ട് ആക്ട് ചെയ്യും. ഇനി അതല്ല, വാട്ടറിൻ്റെ ക്യാരക്ടറിസ്റ്റിക് ആനയോണാണ് OH-. ഈ OH- അയോണിൻ്റെ കോൺസെൻട്രേഷൻ കൂട്ടുന്ന ഏത് സ്പീഷീസും വാട്ടറിൽ ബേസായിട്ട് ആക്ട് ചെയ്യും. വാട്ടറിൽ അത് എന്ത് സ്വഭാവമാണ് കാണിക്കുക? ബേസിക് പ്രോപ്പർട്ടിയാണ് കാണിക്കുക. ഓക്കെ, അപ്പോൾ ഇതാണ് സോൾവെൻറ്റ് സിസ്റ്റം കൺസെപ്റ്റ് പ്രകാരം ആസിഡും ബേസും എന്ന് പറയുന്നത്. ഇനി നമ്മൾ വാട്ടർ അല്ലാതെ വേറൊരു സോൾവെൻ്റ് എടുക്കുക, അമോണിയ, ലിക്വിഡ് അമോണിയ. നമ്മളിപ്പോൾ നോൺ അക്വസ് സോൾവെൻസിനെ കുറിച്ചാണ് പഠിക്കുന്നത്. ഇപ്പോൾ നോൺ അക്വസ് സോൾവെൻസിനൊരു എക്സാമ്പിളാണ് ലിക്വിഡ് അമോണിയ. അപ്പോൾ ലിക്വിഡ് അമോണിയയുടെ സോൾവെൻറ്റ് സിസ്റ്റം കൺസെപ്റ്റ് പ്രകാരം ആരാണ് ആസിഡ് ആരാണ് ബേസ് എന്ന് നമ്മളെങ്ങനെയാണ് കണ്ടുപിടിക്കുക? അമോണിയയുടെ ഓട്ടോ അയണൈസേഷൻ നടത്തുക. അമോണിയയുടെ ഓട്ടോ അയണൈസേഷൻ നടന്നിട്ട് കിട്ടുന്ന പ്രൊഡക്റ്റ് നമ്മൾ നേരത്തെ എഴുതിയിട്ടുണ്ടായിരുന്നു. NH4+ അമോണിയം അയോണും അതുപോലെ ഇമീൻ അയോണും ആണ് കിട്ടുക. NH2-. ഈ NH4+ ആണ് അമോണിയയുടെ ക്യാരക്ടറിസ്റ്റിക് കാറ്റയോൺ, അമോണിയ സോൾവെൻറ്റിൻ്റെ. ഈ NH2- ആണ് ഇതിൻ്റെ ക്യാരക്ടറിസ്റ്റിക് ആനയോൺ എന്ന് പറയുന്നത്. അപ്പോൾ ഈ അമോണിയയിൽ ഡിസോൾവ് ചെയ്തിട്ടുള്ള ഒരു സ്പീഷീസ് ഈ ക്യാരക്ടറിസ്റ്റിക് കാറ്റയോണിൻ്റെ കോൺസെൻട്രേഷനാണ് കൂട്ടുന്നത് എങ്കിൽ that act as an acid in ammonia solvent, and if the species increases the concentration of this characteristic anion of ammonia, then that species is a base in ammonia solvent. Okay, ഇങ്ങനെയാണ് നമ്മൾ സോൾവെൻറ്റ് സിസ്റ്റം കൺസെപ്റ്റ് പ്രകാരം അസിഡിക് ആണോ ബേസിക് ആണോ എന്ന് പറയുക. കുറച്ചും കൂടി കഴിഞ്ഞ് നമ്മൾ വീണ്ടും ഇത് പറയുന്നുണ്ട്. അപ്പോൾ ഇത് ഇപ്പോൾ ക്ലിയർ ആവാത്തവർക്ക് അപ്പോൾ ക്ലിയർ ആവും. ഓക്കെ, a protic solvent undergoes self-ionization to provide its conjugate acid and its conjugate base. ഓക്കെ, അതായത് ഒരു പ്രോട്ടിക് സോൾവെൻറ്റ് സെൽഫ് അയോണൈസേഷൻ നടന്നിട്ട് അതിൻ്റെ കോഞ്ചുഗേറ്റ് ആസിഡും കോഞ്ചുഗേറ്റ് ബേസുമാണ് നമുക്ക് ലഭിക്കുക. ഓക്കെ, കോഞ്ചുഗേറ്റ് ആസിഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രോട്ടോണേറ്റഡ് സോൾവെൻറ്റ്, കോഞ്ചുഗേറ്റ് ബേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡീപ്രോട്ടോണേറ്റഡ് സോൾവെൻറ്റ്. അതായത് വാട്ടറിൻ്റെ സെൽഫ് അയോണൈസേഷൻ നടന്നാൽ നമുക്ക് ലഭിക്കുക H3O+ഉം OH- ആണ്. H3O+നെ നമ്മൾ എന്ത് വിളിക്കും? അതിൻ്റെ കോഞ്ചുഗേറ്റ് ആസിഡ് എന്ന് വിളിക്കും. OH- കോഞ്ചുഗേറ്റ് ബേസ് എന്നും വിളിക്കും. ഓക്കെ, വാട്ടറിൻ്റെ ഓട്ടോ അയണൈസേഷൻ ഇവിടെ കാണിച്ചിട്ടുണ്ട്. വാട്ടറിൻ്റെ ഓട്ടോ അയണൈസേഷൻ 2H2O gives H3O++ OH-. ലിക്വിഡ് അമോണിയയുടെ ഓട്ടോ അയണൈസേഷനും കാണിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇതാണ് ഓട്ടോ അയണൈസേഷൻ ആൻഡ് സോൾവെൻറ്റ് സിസ്റ്റം കൺസെപ്റ്റ് എന്ന് പറയുന്നത്. അതുപോലെ ഓട്ടോ അയണൈസേഷൻ ഇൻ ലിക്വിഡ് HF, ഓട്ടോ അയണൈസേഷൻ ഇൻ ലിക്വിഡ് HF ആണ് ഈ കാണിച്ചിരിക്കുന്നത്. 3HF gives H2F++ HF2-. ഇതൊക്കെ പ്രോട്ടിക് സോൾവെൻസിൻ്റെയാണ്.
അതായത് നമ്മൾ സോൾവെൻറ്റ് സിസ്റ്റം കൺസെപ്റ്റ് പ്രകാരം ഈ എച്ച് എഫിൽ ഒരു സ്പീഷീസ് ആസിഡാണ് എന്ന് പറയണമെങ്കിൽ എച്ച് എഫിൻ്റെ ക്യാരക്ടറിസ്റ്റിക് കാറ്റയോണായ H2F+ൻ്റെ കോൺസെൻട്രേഷൻ എന്ത് ചെയ്യണം, കൂട്ടണം. എച്ച് എഫിൽ ഒരു സ്പീഷീസ് ബേസ് ആണെന്ന് പറയണമെങ്കിൽ HF2- കോൺസെൻട്രേഷൻ കൂട്ടണം. ഓക്കെ, അതാണ് ഓട്ടോ അയണൈസേഷൻ വെച്ചിട്ട് നമ്മൾ സോൾവെൻറ്റ് സിസ്റ്റം കൺസെപ്റ്റ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ഇനി നമ്മൾ ഇത്രയും പറഞ്ഞത് പ്രോട്ടിക് സോൾവെൻസിൻ്റെ കേസാണ്. ഇനി അപ്രോട്ടിക് സോൾവെൻസിൽ എങ്ങനെയാണ് ഓട്ടോ അയണൈസേഷൻ നടക്കുക? It has been suggested that autoionization that occurs in liquid sulfur dioxide, ഈ ലിക്വിഡ് അമോണിയ, ലിക്വിഡ് സൾഫർ ഡയോക്സൈഡ് ഒക്കെ നോൺ അക്വസ് സോൾവെൻസ് ആണ്, അപ്രോട്ടിക് സോൾവെൻസ് ആണ്. ഇതിലെങ്ങനെയാണ് ഓട്ടോ അയണൈസേഷൻ നടക്കുക എന്നുള്ളതാണ് ഈ കാണിച്ചിരിക്കുന്നത്. 2SO2 gives SO2 + SO3 2-. ഓക്കെ, 2SO2 gives SO2 2 + SO3 2-. ഇതാണ് ഓട്ടോ അയണൈസേഷൻ. ഇനി ഇത്രയാണ് നമുക്ക് ഓട്ടോ അയണൈസേഷനെ കുറിച്ചും അതുപോലെ സോൾവെൻറ്റ് സിസ്റ്റം കൺസെപ്റ്റിനെ കുറിച്ചും പറയാനുള്ളത്. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. താങ്ക് യു.